ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കരിമീൻ പെട്ടി വെക്കാൻ പോവുകയാണ്. കരിമീനുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ മേല. നമുക്ക് കരിമീൻ പെട്ടി വെക്കാം. കരിമീനുണ്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. ഏതായാലും പോയി നോക്കാം. കുടിവെള്ളം കൊണ്ട് പോകുന്നതുണ്ട്. കുട്ടനാട്ടിലെ ഇപ്പം ഈ തണ്ണീർമുക്കം ഷട്ടർ തുറന്നുകൊണ്ട് വെള്ളം എല്ലാം കണ്ടോൻ അഴുക്കായിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഇവരുണ്ടായിരുന്നു, വീണ്ടും ഇവർ വന്ന് കുടിവെള്ളത്തിന് പോവുക, കുടിവെള്ളം എടുത്തുകൊണ്ട് പോവാൻ. ഇപ്പം ഇവർ 2 ട്രിപ്പ് ഇപ്പം പോകുന്നുണ്ട്. നമ്മൾ വെട്ടിക്കകത്ത് കുത്താൻ കപ്പ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പെട്ടി സ്ഥലത്ത് നമ്മൾ വന്നു. പെട്ടിയൊന്ന് പൊക്കാം. കിട്ടി. ആദ്യത്തെ പെട്ടിയാണ്. വീണ് കിടക്കുക. ആ മീനുണ്ട്. മീനുണ്ട്, കരിമീൻ. പുല്ലി പെരുത്ത കരിമീൻ. ഒരു കരിമീനും ഒരു തൂളി. കണ്ടോ? ഇത് നമുക്ക് ഇന്ന് ബക്കറ്റ് എടുക്കാഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ പടിക്കടിയിലോട്ട് ഇടാം, അല്ലെ അത് ചാടിപ്പോവും. തൂളി ചാടിപ്പോയാലും കുഴപ്പമില്ല, പക്ഷെ കരിമീൻ നമ്മൾ കളയത്തില്ല. തേക്കാം. ആദ്യത്തെ പെട്ടി തന്നെ നമുക്ക് ഇനിയിപ്പോ പെട്ടി വെക്കാൻ ഉഷാറായി. കപ്പയൊന്നും ഇല്ല, ബാലൻസ് ഒന്നും ഇല്ല കപ്പ. ഇതിന്റെ കരിമീനും തൂളിയും കൂടെ പെട്ടിക്കകത്ത് കയറിയപ്പം ഇതിന്റെ ഹുക്ക് അത് രണ്ടും കൂടെ ഇതിനകത്ത് കിടന്ന് അടിച്ചിട്ട് ഹുക്ക് ഈ സൈഡിൽ വെച്ച് അടിച്ചിരിക്കുന്ന പലകയുടെ ഇടയ്ക്ക് കയറിയിരിക്കുക ഹുക്ക്. അതൊന്ന് എടുക്കാനുള്ള ശ്രമമാണ്. എടുത്ത് തീറ്റിയൊരു ശകലം ബാലൻസ് ഒരു തുള്ളിയില്ലാതെ തീർത്ത് നമുക്ക് പുതിയ തീറ്റി കുത്തിയിടാം. പോള ശല്യമുണ്ട്. ഒരു പോള വരുന്നതിന് മുമ്പേ നമുക്ക് ഈ പെട്ടി ഇടണം. അടുത്ത പെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇതാണ് അടുത്ത പെട്ടി ഇട്ടിരിക്കുന്നത്. ഉറക്കാം. ശരി, നേരം നോക്കണം പെട്ടി ഏത് ഭാഗത്താണ് കിടക്കുന്നത്. കരിമീൻ അനങ്ങുന്നില്ല. കരിമീൻ അതും തരക്കേടില്ലാത്ത കരിമീനാണ്. ഇതിനകത്തെ കപ്പ അത് ഇത്രയും തിന്ന് തീർത്ത് ഇവിടെ തന്നെ നമുക്കിടാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ കപ്പ കുത്തി വീണ്ടും പഴയപടി ഇടാം. ഈ പെട്ടിയുടെ ഈ ഹുക്ക് എന്ന് പറയുന്നത് നമ്മൾ 1 കൊത്തോ 2 കൊത്തോ
കരിമീൻ കയറി കൊത്തിയാലും വീഴത്തില്ല. ഒരു ശകലം നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയാലേ അത് വീഴത്തുള്ളൂ. കാര്യം ഇവിടെ ഈ ബോട്ട് സർവീസൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടി അനങ്ങുമ്പം ചടയെന്ന് പെട്ടി ചുമ്മാതെ വീണ് പോകരുത്. അതുകൊണ്ട് നമ്മൾ ആ കണക്കിനാണ് ഈ ഹുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കരിമീനകത്ത് കയറി ശകലം നേരം ഈ തീറ്റിയെ കൊത്തിയാൽ പെട്ടി വീഴാവുള്ള ആ കണക്കിനാണ് നമ്മൾ പെട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കരിമീനെ നമുക്ക് പടിക്കടിയിലോട്ട് ഇടാം. ഇവിടെ കിടന്നാലേ ചാടിപ്പോവും. നമ്മൾ ബക്കറ്റാണെങ്കിൽ മറന്നും പോവും. ഇവിടെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിന്നാ ഇത് കണ്ട് ചെടിയിലൊക്കെ ചെളിയാണ്. കൊണ്ട് വരുന്നു. ഈ പെട്ടിക്കകത്ത് നമ്മൾ കപ്പ കുത്തി പഴയതുപോലെ തന്നെ ഇടാം. ഒഴുക്കുള്ളത് കൊണ്ട് വള്ളം പോരുക. ഈ കരിമീനെ നമുക്ക് പടിക്കടിയിലിടാം. ഇനി അത് അങ്ങനെ കിടന്ന് ചാടിപ്പോവും. ഇവിടെ ഒരു പെട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. കിളിക്കകത്തങ്ങ് കീറി കിടക്കുകയാണ്. ഇതിനകത്തെ കരിമീൻ ചത്ത് കിടക്കുകയാണ്. ഇതിനകത്തെ കരിമീൻ ചത്ത് ഒരു ചെറിയ കരിമീൻ വെള്ളത്തിയുണ്ട്. വേണ്ട, ഇതിന് യാതൊരു കേടുപാടുകളുമില്ല. നമുക്കിതിനെ ഇടാം. കരിമീൻ ചത്ത് വെള്ളത്തിൻ്റെ മോശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും അത് ചാകാൻ കാര്യം. അല്ലെ പെട്ടി ഇത് തീറ്റി കുത്തി ഇട്ടപ്പോഴേ തന്നെ അത് കയറിയിട്ടുണ്ട്. ഒക്കെ ആയിരിക്കാം. നമുക്ക് ഈ പെട്ടി കിടന്ന പോലെ തന്നെ വീണ്ടും ഇടാം. ഇവിടെ ഒരു പെട്ടിയുണ്ട്, നമുക്കതൊന്ന് എടുക്കാം. ഇതിനകത്ത് കരിമീനുണ്ട്. നല്ല കീറൻ കരിമീനൊക്കെ കിട്ടുന്നു. ഒരു കൊച്ചു പരല് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. കുറുവാപ്പരല. ഇത് നമുക്ക് കപ്പ കുത്തിയിട്ട് പഴയ പോലെ തന്നെ ഇടാം.
ഈ കരിമീനെ നമുക്ക് പടിക്കടിയിലോട്ടിടാം. ഇവിടെ ഒരു പെട്ടിയുണ്ട്, ഇതിവിടെ നമുക്ക് പോക്കാം. കൊക്കാണ്. ഒക്കെ ഇങ്ങനെ ചെറിയ മീനെ നോക്കി നിൽക്കുകയാണ്. കിട്ടി. പിടിയെല്ലാം ചെളിക്കകത്ത് ഇതിനകത്തുണ്ട് കരിമീൻ. തണ്ണീർമുക്കം ഷട്ടർ തുറന്നുകൊണ്ട് മീനൊക്കെ കരിമീൻ നേരത്തെ കൂടുതലും പൊക്കിയാൽ നമുക്ക് മീനൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം ഈ വെള്ളത്തിൻ്റെ മാറ്റം കൊണ്ടാണ് നമുക്ക് ഈ കരിമീൻ കിട്ടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കെട്ടി നമുക്ക് പഴയതുപോലെ തന്നെ ഇടാം. ഇതിൻ്റെ കയറ് പൊങ്ങി കിടക്കും, നമുക്കൊന്ന് ശരന്താത്ത് വെച്ചേക്കാം. ഈ കരിമീനെ നമുക്കെടുത്ത് പടിക്കടിയിലിടാം. അപ്പം ഇവിടെ ഇത്ര നേരം പൊക്കിയ പെട്ടിക്കകത്തെല്ലാം നമുക്ക് കരിമീൻ കിട്ടി. അതിലൊരു കരിമീൻ മാത്രം ചത്തുപോയി. നമുക്ക് അടുത്ത പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഒരു പെട്ടിയുണ്ട്, നോക്കാം. കണ്ട് ഈ പെട്ടിയാകുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ടൊരു സ്പോട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. വലയൊക്കെ ആണെങ്കിലല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നത്. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറ്റാനൊക്കത്തില്ല. അല്ല പിന്നെ നമ്മളത് മനഃപൂർവ്വം എടുത്തു മാറ്റണം. അത് വലിയ റിസ്ക് ഉള്ള പണി. ഇതിനകത്തുണ്ട് കരിമീൻ. ഇതിനകത്ത് ഒരെണ്ണമല്ല, രണ്ടെണ്ണോ. അത് രണ്ട് ഇണയാണ്, ഉണ്ടോ? രണ്ട് കരിമീനായി ഇതിനകത്ത്. ഈ പെട്ടി നമുക്ക് ഇതുപോലെ തന്നെ ഇടാം. കയ്യിൽ നിന്ന് വിട്ട് കളഞ്ഞ പുത്തമെന്നും പറഞ്ഞ് നിന്ന് വീഴും. പിന്നെ കഴിഞ്ഞാൽ പെട്ടി അടഞ്ഞു പോകും. അതാണ് നമ്മളങ്ങനെ പയ്യെ കൊണ്ടുവന്ന് ഇടുന്നത്. നമുക്ക് ഈ കിട്ടിയ കരിമീൻ ഇവിടെ പടിക്കടിയിലിടാം. കപ്പയൊക്കെ ചീഞ്ഞാണ് നമ്മൾ. ഇവിടെ നമ്മുടെ ഒരു പെട്ടിയുണ്ട്. കാറ്റ് തുടങ്ങി. കുട്ടി വീണ് കിടക്കുക. എന്ത് കാര്യം? മീനുണ്ട്. ഇതിനകത്തേ എന്താ ഒരു പരല്, ഒരു ആറ്റിയമ്പല്ലി, ഒരു കരിമീൻ. കപ്പ ഇത് ചീഞ്ഞ്. ഈ കപ്പ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഇട്ടേക്കാം.
നല്ലപോലെ പോള വരുന്നുണ്ട്. ഒഴുക്ക് നല്ല ഒഴുക്കായി. ഇറക്കമില്ല. ഇത്രയും സമയം കുറച്ച് സമയം ഏറ്റമായിരുന്നു, ഇപ്പോൾ ഇറക്കം തുടങ്ങി. അതാണ് നമ്മൾ വള്ളം പിടിച്ചിട്ട് നിൽക്കാതെ. അത് കിഴക്കൊന്ന് കാറ്റുമുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ വള്ളം നേരെ നിൽക്കുന്നില്ല. ഇവിടെ നമുക്കൊരു പെട്ടി ഇട്ടിട്ടുണ്ട്, നോക്കാം. വീണടക്കുക. ഇതിനകത്തൊരു കൊച്ചു പള്ളത്തിയാണ് ഉള്ളത്. വേണ്ട, ഒരു കരിയും പള്ളത്തിയാണ്, യാതൊരു കേടുമില്ലാത്ത. ഇനി നമുക്ക് വിടാം. പെട്ടിയൊന്ന് നോക്കാം. പോള കണ്ടാനും വരിക. മീൻ എടുക്കുക. പെട്ടിക്കകത്തൊരു ചെറിയ പരല്. വേണ്ട, പോള കണ്ടവാനം വരിക. നമുക്ക് പെട്ടി പൊക്കാനൊരു ബുദ്ധിമുട്ട്. പെട്ടി പൊക്കാനും പൊക്കിയാലുള്ള പെട്ടി തിരിച്ചിടാനും പാട്. ഇട്ടേക്കാം. കിടക്കണം. നമുക്ക് അടുത്ത പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഒരു പെട്ടിയുണ്ട്. ഇതിനകത്തുണ്ട് കരിമീനുണ്ട്. ഇനി ഒത്തിരി സമയം ഇവിടെ ഇടുന്നില്ല, നമുക്ക് അടിക്കടി കിടക്കും. ഇതിനകത്തെ കപ്പ നമുക്ക് ഇവിടെ തന്നെ ഇടാം. ഈ പെട്ടി നമ്മൾ ഇതുപോലെ തന്നെ തീറ്റി കോർത്തിട്ട് ഇവിടെ തന്നെ ഇടുക. ഇവിടെ ഒരു പെട്ടി ഇട്ടിട്ടുണ്ട്, നോക്കാം. കരിമീനുണ്ട്, കിടക്കുന്നുണ്ട്. രണ്ടെണ്ണമായിരുന്നു, കണ്ടോ? ഒരെണ്ണം കൊത്തിക്കൊന്ന്. പെട്ടി നമുക്ക് കപ്പ കോർത്ത് ഇടാം. ഇപ്പം ഈ പെട്ടി വെക്കുന്നത്, ഈ സമയത്ത് നമ്മൾ ഈ പെട്ടി വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഒഴുക്കുകൊണ്ട് കണ്ടമാനം പൂളയും വരിക. നമ്മൾ വള്ളം പിടിക്കുന്നിട്ട് നിൽക്കുകയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ബാലൻസ് പിടിച്ച് ലെവലിൽ കൊണ്ടുവരുമ്പം അടുത്ത കപ്പ ഓർക്കാൻ നേരത്ത് വള്ളം അങ്ങ് പോവും, അല്ലെ പോള വന്ന് കയറും. അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. എന്തായാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത്തവണ കരിമീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. കിട്ടുകയും ചെയ്തു. ഈ വെള്ളത്തിനൊക്കെ ഒത്തിരി മാറ്റങ്ങളായില്ലേ. വെള്ളം നല്ല ഏറ്റവും ഇറക്കമായി. അങ്ങനെ വന്നാൽ ഏറ്റവും ഇറക്കമൊക്കെ ഉണ്ടായാലേ കരിമീനും മറ്റുള്ള മീനുകളും
വരത്തുള്ളൂ. ഇതിൻ്റെ കയറ് പൊങ്ങി കിടക്കുക, നമുക്കതൊന്ന് താത്ത് വെച്ചേക്കാം. അല്ല ഈ പൂളയൊക്കെ വരുമ്പോൾ അത് കയറെ പിടിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഈ കപ്പ ചീഞ്ഞ കപ്പ അതും അവിടെ ഇട്ടേക്കാം. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. ഈ കരിമീനും ഒരു പക്ഷേ ചാടിപ്പോയാൽ തന്നെ അടുക്കുക. ഉടുപ്പൊക്കെ തോട്ടി നമുക്ക് കരക്കിട്ട് വെക്കാം, വെള്ളം കെട്ടാം. ഇന്ന് നമുക്ക് കരിമീൻ്റെ ചാകരയാണ്. 2 കരിമീനെ നമ്മുടെ കൂട്ടിനകത്തുനിന്ന് ചത്തുപോയി. അത്ര വലിയ കരിമീനല്ല. നമുക്ക് ഒരു കരിമീനെ അങ്ങോട്ട് മാറ്റിയിടാം. അതേ കണ്ടോ, നല്ല സൂപ്പർ കരിമീനല്ലേ. ഇന്ന് കിട്ടിയ കരിമീനെല്ലാം സൂപ്പർ കരിമീനാണ്. പുളിയത്ത് പോയി. ഇവനാണ് ഇതിനകത്തെ താരം. നമുക്ക് ആവശ്യം പോലെ കരിമീനാണ്. കരിമീൻ്റെ ചാകരയാണ്. നമ്മുടെ കൂട്ടിനകത്ത് എല്ലാ കൂട്ടിനകത്തും വന്ന് കരിമീൻ കയറിയായിരുന്നു. ഉണ്ടോ? നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കരിമീൻ കിട്ടി. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അവനാണ് കരിമീൻ. സൂപ്പർ കരിമീൻ. ഇപ്പൊ വെള്ളത്തിൽ പോയതിനെ